പുത്തൻ പ്രതീക്ഷകളും പുത്തൻ പ്രതിജ്ഞകളുമായി നാം പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പോയ വർഷത്തെ കൗതുക കാഴ്ചകളിലേക്ക് ഒരു റിവൈൻഡ് അടിക്കുകയാണ് ഇത്തവണ കാണാക്കാഴ്ചകൾ. ഏവർക്കും സാൻഫോർഡ് കാണാക്കാഴ്ചകളുടെ വർഷാന്ത്യ സ്പെഷ്യൽ എപ്പിസോഡായ വർഷക്കാഴ്ച 2013ലേക്ക് സ്വാഗതം. പോയ വർഷത്തെ ചില ഫെസ്റ്റിവൽ കാഴ്ചകളിൽ നിന്ന് തന്നെ തുടങ്ങാം. വർഷക്കാഴ്ച 2013 മെക്സിക്കോയിൽ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന 3 കിങ്സ് ഡേയിൽ എല്ലാ വർഷത്തെയും പോലെ നിർമ്മിച്ചു ഒരു ഭീമൻ കേക്ക്. 2360 അടി നീളമായിരുന്നു ഇത്തവണത്തെ കേക്കിനുണ്ടായിരുന്നത്. ഇത് മെക്സിക്കോയിൽ നടന്ന 3 കിങ്സ് ഡേയോടനുബന്ധിച്ചുള്ള കിങ് കേക്ക് നിർമ്മാണ ചടങ്ങ്. ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗം കൂടിയാണിത്. ഉണ്ണിയേശുവിനെ കാണാനെത്തിയ 3 രാജാക്കന്മാരുടെ സ്മരണയ്ക്കായാണ് മെക്സിക്കോക്കാർ 3 കിങ്സ് ഡേ ആഘോഷിക്കുന്നത്. ഈ വർഷം ആഘോഷത്തിന്റെ ഭാഗമായി 720 മീറ്റർ നീളവും 42 സെന്റിമീറ്റർ വീതിയും 9375 കിലോ വലിപ്പവുമുള്ള കേക്കാണ് നിർമ്മിച്ചത്. മെക്സിക്കോ നഗരത്തിലെ സോക്കാളോ സ്ക്വയറിലാണ് കിങ് കേക്ക് സെലിബ്രേഷൻ നടന്നത്. മെക്സിക്കോവിലെ 9 ബേക്കറികൾ ചേർന്നാണ് ഇത്തവണ കിങ് കേക്ക് നിർമ്മിച്ചത്. 43,200 മുട്ടകളും 4,884 കിലോ മൈദയും 500 കിലോ ജാമും ചേർത്തായിരുന്നു കേക്കിന്റെ നിർമ്മാണം. ചൈനയിലെ ഹാർബിൻ നഗരത്തിൽ നടന്ന ഐസ് ഫെസ്റ്റിവൽ ഇത്തവണയും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണികൾക്ക് സമ്മാനിച്ചത്. -20 ഡിഗ്രിയിലും താഴെ താപനില എത്തിയപ്പോഴായിരുന്നു ഐസിൽ ശില്പചാരുത വിരിയിച്ച് ഇവിടെ ഐസ് ഫെസ്റ്റിവൽ അരങ്ങേറിയത്. ചൈനയിലെ ഹാർബിൻ നഗരം ഐസ് ഫെസ്റ്റിവലിന് പേരുകേട്ട നഗരമാണ്. എല്ലാ വർഷവും നടക്കുന്ന ഐസ് ഫെസ്റ്റിവൽ ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെയെല്ലാം ഇവിടേക്ക് എത്തിക്കാറുണ്ട്. ഐസിൽ വിരിയുന്ന വിസ്മയങ്ങളാണ് ഐസ് ഫെസ്റ്റിവലിനെ ശ്രദ്ധേയമാക്കുന്നത്. ആർട്ടിഫിഷ്യൽ സ്നോ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഓരോ ശില്പങ്ങളും കാഴ്ചയുടെ വസന്തമാണ് വിരിയിക്കുക. ഐസ് വണ്ടർലാൻഡ് എന്നാണ് പലരും ഐസ് ഫെസ്റ്റിവലിനെ വിശേഷിപ്പിക്കാറുള്ളത്. കുട്ടികൾക്ക് കളിക്കുന്നതിനായി വിവിധ തരം ഐസ് സ്ലൈഡുകളും ഇവിടെയുണ്ട്. $47.6, അതായത് ഏകദേശം 2500 രൂപയിലധികം വരും പ്രവേശന ടിക്കറ്റിന്റെ വില. പുകവലി കമ്പക്കാർക്കായി ക്യൂബയിൽ നടന്ന സിഗാർ ഫെസ്റ്റിവൽ ഇത്തവണയും ശ്രദ്ധേയമായി. സിഗരറ്റ് വ്യവസായത്തിലൂടെ വലിയ സാമ്പത്തിക വരുമാനമുണ്ടാക്കുന്ന ഈ രാജ്യത്തെ ഒരു സ്പെഷ്യൽ ഫെസ്റ്റിവൽ തന്നെയാണ് സിഗാർ ഫെസ്റ്റിവൽ. സിഗരറ്റ് വിൽപ്പനയിലൂടെ സാമ്പത്തിക മേഖല ഭദ്രമാക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ. വർഷം തോറും സിഗരറ്റ് വ്യവസായം ഇവിടെ പരിപോഷിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഇവിടെ ഹവാന സിഗാർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതും. ഇത് 15ാം വർഷമാണ് ഇവിടെ സിഗാർ ഫെസ്റ്റിവൽ നടക്കുന്നത്. 80ഓളം രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് സിഗരറ്റ് കമ്പക്കാർ ഫെസ്റ്റിവലിൽ ഇത്തവണയും എത്തിച്ചേർന്നു. പുകവലി വിമുക്ത ലോകമെന്ന ആശയം പ്രചരിക്കുമ്പോൾ തന്നെ ക്യൂബൻ സിഗരറ്റുകളുടെ ഉൽപാദനവും വിപണനവും വർദ്ധിച്ചു വരികയാണെന്ന് ക്യൂബൻ സിഗാറുകളുടെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂട്ടറായ ഹബനോസ് എസ്എ പറയുന്നു. ഈ വർഷവും 10 മടങ്ങ് ആദായം ക്യൂബ സിഗരറ്റ് മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഫിഡൽ കാസ്ട്രോ ഒപ്പുവെച്ച സിഗരറ്റുകളടക്കം വിരളമായ സിഗരറ്റ് ശേഖരങ്ങളുടെ ലേലവും ഇത്തവണത്തെ സിഗാർ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. ലേലത്തുക പിന്നീട് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് പതിവ്. വല്ലാത്തൊരു ആവേശ ലഹരിയാണ് ഇറ്റലിയിലെ വെനീസിൽ നടന്ന ആനുവൽ കാർണിവലിന്റെ ഉദ്ഘാടന പരേഡ് കാണികൾക്ക് സമ്മാനിച്ചത്. വിവിധ തരം മാസ്കുകളും കോസ്റ്റ്യൂമുകളും അണിഞ്ഞ് നിരവധി പേർ പങ്കെടുത്ത കാർണിവലിന്റെ ഇത്തവണത്തെ തീം ലീവ് ഇൻ കളർ എന്നായിരുന്നു.
മുഖംമൂടി ധരിച്ച് വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് തങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താതെ തെരുവുകളിൽ ആഘോഷിക്കുകയാണിവർ. നിറങ്ങളിൽ ജീവിക്കുക എന്നതാണ് ഇത്തവണത്തെ കാർണിവലിന്റെ ആശയം. കാർണിവലിന് മുന്നോടിയായി കനാൽ പരേഡ് ജനുവരി 27-നാണ് നടന്നത്. ഇനി ചൈനയിലെ യുനാനിൽ നടന്ന സൺ ഫെസ്റ്റിവൽ കാഴ്ചകൾ കാണാം. യുനാൻകാരുടെ പരമ്പരാഗതമായ ഈ ഫെസ്റ്റിവൽ ചെളിയിൽ കുളിച്ചുകൊണ്ടാണ് ഇവിടുത്തുകാർ ആഘോഷിക്കാറുള്ളത്. ചെളിവെള്ളത്തിൽ നിന്നും കൈകൊണ്ട് മീൻ പിടിക്കുന്ന മത്സരം, വടംവലി മത്സരം തുടങ്ങിയ കാഴ്ചകളാണ് യുനാൻ പ്രവിശ്യയിലെ സൺ ഫെസ്റ്റിവലിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക. മൊജാങ് ലുവോലോങ് ഗ്രാമത്തിൽ നടന്ന ഫെസ്റ്റിവലിൽ ചൈനയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി പേർ പങ്കെടുത്തു. ചിലർക്ക് പെട്ടെന്ന് മീൻ പിടിക്കാൻ സാധിച്ചു, മറ്റു ചിലർക്ക് കലക്കവെള്ളത്തിൽ നിന്നും മീൻ പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടു. മറ്റൊരു മത്സരം കൂടി ഉണ്ടായിരുന്നു. ആ മത്സരമാണ് ഏറ്റവും രസം. സ്വന്തം ഭാര്യയെയോ കാമുകിയെയോ മുതുകിലേറ്റി ചെളിവെള്ളത്തിലൂടെ വീഴാതെ നടക്കണം. 3 ദിവസം നീണ്ടുനിന്ന ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി പ്രസിദ്ധമായ ഇരട്ടകളുടെ ഫെസ്റ്റിവലായ ട്വിൻസ് ഫെസ്റ്റിവലും ചൈനയിൽ അരങ്ങേറി. ഓസ്ട്രേലിയയിലെ കാൻബറ നഗരത്തിൻ്റെ 100-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു തിമിംഗലം വാനിൽ പറന്നു നടന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല എന്നെനിക്കറിയാം. തിമിംഗലത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഹോട്ട് എയർ ബലൂണാണ് കാണികളെ വിസ്മയിപ്പിച്ചത്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ കാൻബറ നഗരത്തിൻ്റെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് തിമിംഗലത്തിൻ്റെ മാതൃകയിലുള്ള ഈ പടുകൂറ്റൻ ഹോട്ട് എയർ ബലൂൺ ആകാശത്ത് വിസ്മയം തീർത്തത്. ശില്പിയും വിഷ്വൽ ആർട്ടിസ്റ്റുമായ പട്രീഷ്യ പിസിനിനിയാണ് 111 അടി നീളവുമുള്ള ഈ ഹോട്ട് എയർ ബലൂൺ നിർമ്മിച്ചത്. $3,645 അതായത് ഏകദേശം 15 കോടിയിലധികം രൂപ ചിലവിട്ട് നിർമ്മിച്ച ഈ ബലൂൺ 16 പേർ ചേർന്ന് 7 മാസം കൊണ്ടാണ് നിർമ്മിച്ചത്. ഒരു സാധാരണ ഹോട്ട് എയർ ബലൂണിൻ്റെ വലിപ്പത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഈ ബലൂണിന് 3000 അടി ഉയരത്തിൽ പറക്കാനും ഒരു പൈലറ്റും 2 യാത്രക്കാരും ഉൾപ്പെടെ 3 പേരെ വഹിക്കാനും കെൽപ്പുണ്ട്. സിഡ്നിയിൽ കാഴ്ചക്കാരെ കയ്യിലെടുത്ത് നടന്ന ഫെസ്റ്റിവലായിരുന്നു മ്യൂസിക് ലൈറ്റ് ആൻഡ് ഐഡിയാസ് ഫെസ്റ്റിവൽ. സംഗീതത്തിൻ്റെ അകമ്പടിയിൽ ലൈറ്റുകളാൽ കാഴ്ച വസന്തം വിരിയിച്ചു ഈ ഫെസ്റ്റിവൽ. ഇത് സിഡ്നിയിലെ ലൈറ്റ് മ്യൂസിക് ആൻഡ് ഐഡിയാസ് ഫെസ്റ്റിവൽ. പ്രതിവർഷം 5.5 ലക്ഷം ജനങ്ങളെ സിഡ്നിയിലേക്ക് എത്തിക്കുന്ന ഈ ഫെസ്റ്റിവൽ വിവിധ തരം ലൈറ്റ് ഡെക്കറേഷനുകൾ കൊണ്ടും ഗാനമേളകൾ കൊണ്ടുമാണ് ശ്രദ്ധയാകർഷിക്കാറുള്ളത്. സിഡ്നി ഒപ്പേറ ഹൗസിലാണ് ഈ ഫെസ്റ്റിവൽ അരങ്ങേറാറുള്ളത്. വിവിഡ് സിഡ്നി എന്ന് പേരുള്ള ഈ ഫെസ്റ്റിവൽ ടൂറിസത്തെ ഉത്തേജിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അധികൃതർ സംഘടിപ്പിക്കാറുള്ളത്. ലോകത്തിൽ ആദ്യമായി ടച്ച് സ്ക്രീൻ സാങ്കേതിക വിദ്യയിലൂടെ ജനങ്ങൾക്ക് തന്നെ ഈ ലൈറ്റ് ഷോ കൺട്രോൾ ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി പ്രശസ്തമായ ഡാർലിംഗ് ഹാർബറിൽ എത്തിയാലോ അവിടെ കാണാൻ സാധിക്കുക ലൈറ്റ് ആൻഡ് വാട്ടർ ഷോ ആണ്. വാട്ടർ ഫൗണ്ടൈനുകളും വാട്ടർ സ്ക്രീൻ പ്രൊജക്ഷൻ പ്രകടനങ്ങളും ഇവിടെ കാണികളെ ആകർഷിക്കുന്നു. ഇതുകൂടാതെ സിഡ്നിയിലെ ഒപ്പേറ ഹൗസിൽ മ്യൂസിക് പ്രോഗ്രാമുമുണ്ട്. പ്രശസ്തരായ സംഗീതജ്ഞരുടെ ആകർഷകമായ സംഗീത വിരുന്നും ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാം. റെക്കോർഡുകളും നിരവധി പിറന്ന വർഷമായിരുന്നു 2013. അതിൽ തെരഞ്ഞെടുത്ത ചില റെക്കോർഡ് കാഴ്ചകളാണ് അടുത്തത്.
ബൊളീവിയയിൽ 6500 സംഗീതജ്ഞർ ഒത്തുകൂടി ഒരു സംഗീത വിരുന്നൊരുക്കിയപ്പോൾ അത് നിലവിലെ ലോക റെക്കോർഡ് തകർത്തു. ബൊളീവിയയിലെ ഒറൂറോ കാർണിവലിന് തുടക്കമിട്ടത് ഒരു കൂട്ടം സംഗീതജ്ഞർ ചേർന്നാണ്. 10 അല്ല 100 അല്ല, ബൊളീവിയയിലെ തന്നെ 6500ഓളം മ്യൂസിഷ്യൻസ് ഒത്തുചേർന്നാണ് വിപുലമായ സംഗീത വിരുന്ന് ഒരുക്കിയത്. തരം സംഗീതോപകരണങ്ങളിൽ ബൊളീവിയൻ ദേശീയ ഗാനവും പരമ്പരാഗതമായ നാടോടി ഗാനങ്ങളുമാണ് ഇവർ വായിച്ചത്. ജർമ്മൻ മ്യൂസിക് ബാൻഡിൽ നിന്നും 31 പേരാണ് ഈ സംഗീത വിരുന്നിൽ പങ്കെടുത്തത്. 6500 മ്യൂസിഷ്യൻസ് ഒത്തുചേർന്ന് വാദ്യസംഗീതം വായിച്ചപ്പോൾ അത് ലോക റെക്കോർഡ് കൂടിയായി മാറി. ബൊളീവിയൻ നാടോടി ഗാനങ്ങളുടെ പ്രോത്സാഹനവും ഇവർ ഈ ഇവന്റിലൂടെ ലക്ഷ്യമാക്കുന്നുണ്ട്. നേരത്തെ 1166 പേർ ഒരുമിച്ച് സംഗീത വിരുന്ന് നടത്തി നേടിയ ലോക റെക്കോർഡാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത്. പെറുവിലും 1500ഓളം സംഗീതജ്ഞർ കാജോൺ ഡ്രം കൊണ്ട് നടത്തിയ സംഗീത വിരുന്ന് മറ്റൊരു റെക്കോർഡ് കാഴ്ചയായി മാറി. പെറുവിന്റെ പരമ്പരാഗത വാദ്യോപകരണമായ കാജോൺ ഡ്രം കൊണ്ട് 1500ഓളം സംഗീതജ്ഞർ ചേർന്ന് നടത്തിയ സംഗീത വിരുന്ന് കാണികളെ ആകർഷിച്ചു എന്ന് തന്നെ പറയാം. തലസ്ഥാനമായ ലിമ നഗരത്തിൽ നടന്ന ഷോയിൽ പ്രായം കുറഞ്ഞവരും അല്ലാത്തവരുമായ സംഗീതജ്ഞർ എല്ലാവരും പങ്കെടുത്തു. ആഘോഷവേളകളിൽ ഉപയോഗിക്കാറുള്ള കാജോൺ ഡ്രമ്മിന് ഒരു ആദരവ് നൽകുക എന്നത് മാത്രമല്ല, ലോക്കൽ റെക്കോർഡ് തകർക്കുക എന്നൊരു ഉദ്ദേശവും ഈ ഷോയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. ഏതായാലും കാജോൺ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ ഒരു കൂട്ടം സംഗീത പ്രേമികളും എത്തിച്ചേർന്നു. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. 1524 പേർ പങ്കെടുത്ത സംഗീത വിരുന്ന് ഏതായാലും ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കി. ഇതിനു മുൻപുണ്ടായിരുന്ന റെക്കോർഡ് അങ്ങ് തകർത്തു. ഇതിനു മുൻപ് 1478 സംഗീതജ്ഞർ ചേർന്നാണ് കാജോൺ സംഗീത വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ പെറൂവിയൻ കാജോൺ ഫെസ്റ്റിവലിന്റെ ഭാഗം കൂടിയായിരുന്നു ഈ സംഗീത വിരുന്ന്. വാൻകോക്കിലെ ഒരു സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ഹുലാഹൂപ്പ് നർത്തകർ ചേർന്ന് നടത്തിയ ഹുലാഹൂപ്പ് വ്യായാമം ജനശ്രദ്ധയാകർഷിച്ചു എന്നും മാത്രമല്ല, ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടുകയും ചെയ്തു. ഇത് ഗിന്നസ് റെക്കോർഡ് നേട്ടം കൈവരിച്ച തായ്ലാൻഡുകാരുടെ ഹൂലാ ഹൂപ്പിംഗ് പ്രകടനം. ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി പബ്ലിക് ഹെൽത്ത് മിനിസ്ട്രി സംഘടിപ്പിച്ച ഈ ഈവന്റ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയത് എങ്ങനെയെന്നല്ലേ? ജനപങ്കാളിത്തം കൊണ്ട് തന്നെ. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നു എന്നതാണ് വാസ്തവം. 4183 ഹൂലാ ഹൂപ്പിംഗ് ഡാൻസേഴ്സ് ഒത്തുചേർന്ന് പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു ഈവന്റും അടുത്തെങ്ങും ഉണ്ടായിട്ടില്ലത്രേ. ഇതിനു മുൻപ് സമാന രീതിയിൽ തായ്വാനിൽ സംഘടിപ്പിച്ച ഈവന്റിൽ 2496 പേർ പങ്കെടുത്തതാണ് ഇതുവരെയുള്ള റെക്കോർഡ്. പരിപാടിയുടെ ഭാഗമായി ദിവസവും 30 മിനിറ്റ് വ്യായാമത്തിനായി മാറ്റിവെക്കുമെന്ന് പരിപാടിയിൽ പങ്കുചേർന്നവർ പ്രതിജ്ഞയെടുത്തു. ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ജീവിച്ചിരിക്കുന്ന സ്ത്രീ എന്ന ബഹുമതി 116കാരിയായ മിസാവോ ഒക്കാവയെ തേടിയെത്തിയതും പോയ വർഷം തന്നെ. അങ്ങനെ ഗിന്നസിൽ ഇടം നേടാനും ഇവർക്ക് കഴിഞ്ഞു. ഇത് മിസാവോ ഒക്കാവ. വയസ്സ് 114 ഉണ്ട് ഈ മുത്തശ്ശിക്ക്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീ എന്ന സ്ഥാനം ഇപ്പോൾ ജപ്പാനിലെ ഈ മുത്തശ്ശിക്കാണ്.
1898 മാർച്ച് 5-നാണ് മിസാവോ ജനിച്ചത്. ഈ ജീവിത കാലയളവിനുള്ളിൽ നല്ല ഭക്ഷണം മാത്രം ശീലമാക്കിയ തനിക്ക് ഇതുവരെ ഒരു മാരക രോഗങ്ങളും പിടിപെട്ടിട്ടില്ലെന്ന് മിസാവോ മുത്തശ്ശി പറയുന്നു. ഗിന്നസ് ബുക്ക് അധികൃതർ ഇവർക്ക് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകി. അല്പം കേൾവിക്കുറവ് മാത്രമേയുള്ളൂ ഇപ്പോൾ ഈ മുത്തശ്ശിക്ക്. എങ്കിലും അടുത്തു ചെന്ന് ചെവിയിൽ ഉറക്കെ ചോദിച്ചാൽ തനത് ജപ്പാനീസ് ഭാഷയിൽ ഈ മുത്തശ്ശി ഉറക്കെ ഉത്തരം പറയും. 1919 വിവാഹിതയായ ഒക്കാവയ്ക്ക് 3 മക്കളും 4 ചെറുമക്കളും അവരുടെ 6 മക്കളുമുണ്ട്. എന്നാൽ 123 വയസ്സുണ്ടായിട്ടും മതിയായ രേഖകളില്ലാത്തതിനാൽ ഗിന്നസിൽ ഇടം പിടിക്കാതെ പോയ ബൊളീവിയയിലെ കാർമലോയെക്കുറിച്ച് ലോകമറിഞ്ഞതും പോയ വർഷം തന്നെ. ഇത് കാർമെലോ ഫ്ലോർസ്, ബൊളീവിയയിലെ അയമാറ വർഗത്തിൽപ്പെട്ട കർഷകൻ. ഇദ്ദേഹത്തിന് വയസ്സ് 123. ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് വാർത്തയറിഞ്ഞതോടെ ബൊളീവിയൻ പ്രസിഡന്റ് ഇവോ മൊറേൽസ് ഇദ്ദേഹത്തെ കാണാനെത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. ആൻഡസ് പർവ്വതനിരകളിൽ 13,123 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ ചെന്ന് മൊറേൽസ് കാർമെലോയെ സന്ദർശിച്ചു. മാമോദിസ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് കാർമെലോയുടെ ജനനം 1890 ജൂലൈ 16-നാണ്. കുറച്ച് കാഴ്ചക്കുറവൊഴിച്ചാൽ കാർമെലോവിന് സുഖമായി നടക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. പ്രാചീന ഭാഷ ഉപയോഗിക്കുന്ന കാർമെലോ താമസിക്കുന്നത് ഒരു വൈക്കോൽ കൂരയിലാണ്. മാത്രവുമല്ല, റീസൈക്കിൾ ചെയ്ത ടയർ കൊണ്ടുണ്ടാക്കിയ ഷൂവാണ് കാർമെലോ ഉപയോഗിക്കുന്നത്. സന്ദർശന വേളയിൽ തനിക്ക് നല്ലൊരു ഭവനം നൽകാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടാനും അദ്ദേഹം മറന്നില്ല. 1940 മുതലാണ് ബൊളീവിയയിൽ ഔദ്യോഗിക ജനന സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കാർമെലോയുടെ വയസ്സിന്റെ കാര്യത്തിൽ സിവിൽ രജിസ്ട്രി ഓഫീസ് അന്വേഷണം നടത്തുകയാണ്. കാർമെലോയുടെ ബന്ധുക്കളെല്ലാം നഗരത്തിലാണ് താമസിക്കുന്നത്. ഈ ഗ്രാമത്തിൽ നിന്നും കാർമെലോയെ നഗരത്തിലേക്ക് മാറ്റിയാൽ അത് അദ്ദേഹത്തിന് വേദനിക്കുമെന്ന് കരുതിയാണ് ഗ്രാമത്തിലെ ഈ വീട്ടിൽ തനിച്ച് താമസിപ്പിച്ചിരിക്കുന്നത്. ലീവിംഗ് ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന പദവിയും ഇതിനോടകം കാർമെലോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. പ്രദേശത്തെ ഒരു താരമാണെങ്കിലും ഔദ്യോഗിക തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാനായിട്ടില്ല. ഗിന്നസ് റെക്കോർഡ് പ്രകാരം ഫ്രഞ്ചുകാരിയായ 122 വയസ്സുള്ള ജെന്നിയാണ് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഇനി 2013 ചില സാഹസിക കാഴ്ചകളിലേക്ക്. ലോക പ്രശസ്ത ടൈപ്പ് ത്രോപ്പ് വാക്കറായ നിക് വാലൻഡ ഒരിക്കൽ കൂടി ഏവരെയും അതിശയിപ്പിച്ച് കയ്യടി നേടി. ഗ്രാൻഡ് കാന്യോണിലെ വാലൻഡയുടെ പ്രകടനം പ്രശംസനീയമായിരുന്നു. അങ്ങനെ നിക് വാലൻഡ താൻ ധൈര്യവാനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വാലൻഡയുടെ ഇത്തവണത്തെ സാഹസിക ദൗത്യം ഗ്രാൻഡ് കാന്യോണിലായിരുന്നു. ലോക പ്രശസ്ത ടൈപ്പ് ത്രോപ്പ് വാക്കറായ നിക് വാലൻഡയുടെ ഗ്രാൻഡ് കാന്യോണിലെ പ്രകടനം കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. 2 ഇഞ്ച് വീതിയിലുള്ള സ്റ്റീൽ കേബിളിന് മുകളിലൂടെ വാലൻഡ അടി തെറ്റാതെ നടന്നു. ലിറ്റിൽ കൊളറാഡോ നദിക്ക് കുറുകെ 1400 അടി ഉയരത്തിൽ 22 മിനിറ്റും 54 സെക്കൻഡും കൊണ്ട് വാലൻഡ തന്റെ സാഹസിക ദൗത്യം പൂർത്തിയാക്കി. വാലൻഡയുടെ ഈ പ്രകടനം ലോകമെമ്പാടും തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. മതിയായ സുരക്ഷാ സാമഗ്രികളില്ലാതെ നടത്തുന്ന ഈ അഭ്യാസത്തിനിടയിൽ വാലൻഡ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഓരോ അടി വയ്ക്കുമ്പോഴും താങ്ക് യു ജീസസ് എന്ന് അദ്ദേഹം ഉരുവിടുന്നുണ്ടായിരുന്നു. ഭൂമിയിലെത്തിയതോടെ നിലത്ത് അദ്ദേഹം ഉമ്മ വയ്ക്കുകയും ചെയ്തു. കാറ്റ് അല്പം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുവെന്നാണ് വാലൻഡ പറയുന്നത്.
34-കാരനായ നിക് വാലൻഡ ആക്രോബാറ്റിക്സിൽ വിദഗ്ധരായ ഫ്ലൈയിങ് വാലൻഡ കുടുംബത്തിലെ 7ാമത്തെ തലമുറയിൽപ്പെട്ടയാളാണ്.